മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നാടുകൾ ഏറെയില്ല, കാലങ്ങൾ നീളുകില്ല, നാഥൻ യേശു വരുവാൻ കാലമായി. നാടുകൾ ഏറെയില്ല, കാലങ്ങൾ നീളുകില്ല, നാഥൻ യേശു വരുവാൻ കാലമായി. നാളെയെ ചൊല്ലിയാകുലം ആയിടേണ്ട, നാം കാഹളത്തിൻ നാദം കാതോർത്തിട. നാളുകൾ ഏറെയില്ല, കാലങ്ങൾ നീളുകില്ല, നാഥൻ യേശു വരുവാൻ കാലമായി. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനകൾ ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് നാം തിമോത്തിയോസിൻ്റെ മൂന്നാമത്തെ ലേഖനം അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളാണ് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ടും ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. 10ഉം 11ഉം വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കാം എന്നാഗ്രഹിക്കുന്നു. അവരെ ആദ്യം പരീക്ഷിക്കണം, അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അതുകൊണ്ട് സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം. ഇന്ന് നാം വായിച്ചു കേട്ട ഈ 4 വാക്യങ്ങളിലൂടെ നമുക്ക് അനേക കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നാം ശുശ്രൂഷകന്മാരോടുള്ള അധ്യക്ഷന്മാരോടുള്ള ബന്ധത്തിൽ നാം ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. അധ്യക്ഷന്മാരെ പോലുള്ളതായ ഗുണവിശേഷം സഭയിലെ ഡീക്കന്മാർക്കും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടെ നാം ഓർക്കണം. ശുശ്രൂഷകന്മാർക്കും ഉണ്ടായിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ അധ്യക്ഷന്മാരെ പോലെ തന്നെ ഡീക്കന്മാർക്കും മദ്യപാനം വിലക്കപ്പെട്ടിരിക്കുകയാണ്. അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാകിയാൽ സഭാംഗങ്ങളിൽ ഒരു മദ്യപാനി പോലും ഉണ്ടായിരിക്കാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ വചനത്തിലുള്ള രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അവരെന്ത് ചെയ്യണമെന്നാണ് വായിക്കുന്നത്? അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. ഇതിനു മുമ്പ് നമ്മുടെ മനസാക്ഷിയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന വിശ്വാസികളുടെ മനസാക്ഷി ശുദ്ധ മനസാക്ഷിയായിരിക്കണം. കാരണം നമുക്ക് അനേക നിലയിലുള്ള മനസാക്ഷികളെക്കുറിച്ച് പഠിക്കാൻ കഴിയും. ദുർമനസാക്ഷിയെക്കുറിച്ച് നാം ഒരിക്കൽ ചിന്തിച്ചു. അതുപോലെ തന്നെ ആ ദുർമനസാക്ഷി മാറണമെങ്കിൽ ഹൃദയത്തിൽ ദൈവവചനത്താൽ ഉള്ള ശുദ്ധീകരണം ആവശ്യമാണ് എന്നും ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് മനസാക്ഷി ദുഷിച്ച നിലയിലായിത്തീരുന്നത്, ദുർമനസാക്ഷിയായിത്തീരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവത്തിൽ നിന്ന് അകലുമ്പോഴൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ അധ്യക്ഷന്മാരെ പോലെ തന്നെ ഡീക്കന്മാരും ചിന്തിക്കേണ്ട ഒരു കാര്യം, അവർക്കും മദ്യപാനം വിലക്കപ്പെട്ടിരിക്കുകയാണ്. സഭയിൽ അല്ലെങ്കിൽ സഭാംഗങ്ങളിൽ ഒറ്റ മദ്യപാനി പോലും ഉണ്ടായിരിക്കാൻ പാടില്ല. കാരണം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ട് ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം, ഇരുവാക്കുകാരും മദ്യപാന്മാരും ദുർലാഭമോഹികളും ആകരുതെന്നാണ്. സോ അവരെന്താ ചെയ്യേണ്ടത്? അടുത്ത വാക്യം പറയാണ്, അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അപ്പോൾ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം എന്ന് ഓർപ്പിച്ചിട്ട് ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ അധ്യായം അത് ഒരു പ്രത്യേക കാലഘട്ടം വരെ മറച്ചു വയ്ക്കപ്പെട്ടതും നിശ്ചിത സമയത്ത് വെളിപ്പെടുന്നതുമായ ദൈവിക രഹസ്യത്തെ അത്രേ ഈ മർമ്മം എന്ന് തിരുവചനത്തിൽ പറയുന്നു. ഇവിടെ വചനത്തിൽ 12 മർമ്മങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം ചിന്തിക്കാനുള്ള സമയമില്ല. എന്നാൽ ഒറ്റ വാക്യത്തിൽ അതെല്ലാം ഒന്ന് പറഞ്ഞു പോകാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തെക്കുറിച്ച് മത്തായി 13-11 വാക്യത്തിൽ
നമുക്ക് കാണാൻ കഴിയും. ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ വായിച്ച 1 തിമോത്തി 3:9 വാക്യം, 16 വാക്യം, കൊലോസ്യർ 2:2 വാക്യത്തിലും ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് വിശദീകരിക്കാനായിട്ട് സമയമില്ല. അതൊക്കെ വിസ്തരിക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അതിന് ഞാൻ മുതിരുന്നില്ല. 3, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അതൊരു മർമ്മമാണ്. കൊലോസ്യർ 1:27. 4, ഇസ്രായേൽ ജാതിയുടെ പുനഃസംവിധാനം. റോമർ 11:25-26 വാക്യങ്ങൾ. അതൊരു മർമ്മമാണ്. പുതിയ നിയമസഭ അതൊരു മർമ്മമാണ്. എഫേസ്യ ലേഖനം 3:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് നമ്മൾ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അതൊരു മർമ്മമാണ്. അത് എഫേസ്യർ 5:30-31 വാക്യങ്ങളിൽ നമുക്ക് കാണാണ്ട് കഴിയും. സുവിശേഷം അതൊരു മർമ്മമാണ്. കൊലോസ്യർ 4:3 റോമർ 16:25 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 8, അധർമ്മത്തിൻ്റെ മർമ്മം. 2 തെസ്സലോനി 2:7. 9, അതുപോലെ രൂപാന്തര മർമ്മം. 1 കൊരിന്ത്യർ 15:53 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. 10, മഹനീയം ബാബിലോൺ. അതൊരു മർമ്മമാണ്. വെളിപ്പാട് 17:5 ശുശ്രൂഷകൾ കർത്തൃകരങ്ങളിൽ. അതൊരു മർമ്മമാണ്. വെളിപ്പാട് 1:19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്നത് ഒരു മർമ്മമാണ്. എഫേസ്യർ 1:10. അപ്പോൾ ഈ വിധമായ 12 മർമ്മങ്ങളെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനോട് ഞാൻ മുതിരുന്നില്ല. അത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് ധ്യാനിച്ചെടുത്താൽ വളരെ ഉപകാരമായിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ വിശ്വാസത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് 16 വാക്യത്തിൽ ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണെന്നാണ് അത് കരുതി പോരുന്നത്. വിശ്വാസത്തിന്റെ മർമ്മം, ദൈവഭക്തിയുടെ മർമ്മം. അപ്പം ക്രിസ്തീയ വിശ്വാസ പ്രമാണം അത് എന്ന അർത്ഥത്തിൽ അത് എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ വായിച്ച വേദഭാഗത്ത് നിങ്ങളുടെ ശ്രദ്ധയിലും ആ കാര്യം പെട്ടിട്ടുണ്ട്. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി എന്നീ പ്രയോഗങ്ങൾ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. ഞാനത് അന്ന് ചിന്തിച്ചപ്പോൾ നിങ്ങളെ ഓർപ്പിച്ചാണ്. ശുദ്ധ മനസാക്ഷിയും ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസം വേണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം മുൻപോട്ട് പോവുകയുള്ളൂ. വീണു പോകാതെ മുൻപോട്ട് പോകണമെങ്കിൽ ഈ 3 കാര്യം വളരെ ആവശ്യമാണ്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കിയത് വിശ്വാസത്തിന് മർമ്മം അത് ഡീക്കന്മാർ ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളണം എന്ന് ഇവിടെ കാണുന്നു. ശുദ്ധ മനസാക്ഷിയിൽ മാത്രമേ ഈ മർമ്മം സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളോട് ഹൃദയംഗമായൊരു സ്നേഹം ഉള്ളവർക്ക് മാത്രമേ അത് അശുദ്ധമായതിനോട് അകന്നു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്തീയ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് എല്ലാവർക്കും വിശുദ്ധ ജീവിതം അനിവാര്യമാണ്. അതാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയ ഒരു സത്യം എന്ന് പറയുന്നത്. അത് വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുള്ളവരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. യാഥാർത്ഥ്യങ്ങളോട് ഹൃദയംഗമായ സ്നേഹമുള്ളവർ എന്ത് ചെയ്യണം? അവർ അശുദ്ധമായതിനോട് അകന്ന് ദൈവവചനത്തിൻ്റെ നീതിക്ക് വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത് അത് അനേക ശുശ്രൂഷകൾ അവർക്കുണ്ട്. ആദിമ സഭകളിൽ അധ്യക്ഷന്മാരും ശുശ്രൂഷന്മാരും ഉണ്ടായിരുന്നു. അതാണ് ഫിലിപ്പി ലേഖനം 1:1 വാക്യത്തിൽ പൗലോസ് പറയുന്നത്. സ്തെഫാനോസ് ഒരു ഡീക്കണായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മ നിറവിൽ അവൻ ചെയ്ത പ്രസംഗത്തെ എതിർക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. നിരവധി വിശിഷ്ട ഗുണങ്ങൾ അത് സ്തെഫാനോസിൽ നമുക്ക് കാണാണ്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തി 6:5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 54 മുതൽ 60 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. സുവിശേഷകനായ ഫിലിപ്പോസും ഇതുപോലെ ഒരു ശുശ്രൂഷകനായിരുന്നു. അവനും ആത്മാക്കളെ ക്രിസ്തുക്കളെ നടത്തുകയും സ്നാന ശുശ്രൂഷയൊക്കെ ചെയ്തു വന്നതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 8:6 മുതൽ 40 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സഭാപരിപാലനം എന്ന് പറയുന്നത് ഈ കൂട്ടർക്കില്ലായിരുന്നു എങ്കിലും സുവിശേഷ വേലയിൽ അവരും അത്യധ്വാനം ചെയ്ത് ഭൗതിക കാര്യനിർവഹണത്തിനായി അവരെ തിരഞ്ഞെടുത്തതാണ്. ആ കാര്യം നമുക്ക് ഒരിക്കലും മറക്കാവതല്ല. സഭകളെ സംബന്ധിച്ച് അവർ വളരെ മിടുക്കന്മാരാണ്. എന്നാൽ മിടുക്കന്മാരെ അല്ല, ആത്മീകന്മാരെയാണ്
കർത്താവിന് ആവശ്യം ആദിമസഭയ്ക്ക് തിരുവചനം മാത്രമായിരുന്നല്ലോ അതുപോലെ അവരുടെ ഭരണഘടന എന്ന് പറയുന്നത്. നമുക്ക് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ വചന പഠനം എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നെന്ന് കരുതുന്നു. കർത്താവ് നമ്മെ ഈ വചനങ്ങളെ സഹായിക്കട്ടെ. തുടർന്ന് ഉള്ള ആഴ്ചയിൽ നമുക്ക് തുടർന്ന് മുമ്പോട്ട് പഠിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. നീണ്ട നാളിൻ കാത്തിരിപ്പ് തീർന്നിടും, ഇനി നീലാകാശം താണ്ടി യേശു വന്നിടും. നീണ്ട നാളിൻ കാത്തിരിപ്പ് തീർന്നിടും, ഇനി നീലാകാശം താണ്ടി യേശു വന്നിടും. നീതി സൂര്യൻ വന്നിടും, കണ്ണീരെല്ലാം തോർന്നിടും. നീതി സൂര്യൻ വന്നിടും, കണ്ണീരെല്ലാം തോർന്നിടും. നീണാൾ വാഴും കർത്തൻ സന്നിധവും. നാളുകൾ ഏറെയില്ല, കാലങ്ങൾ നീളുകില്ല. നാഥൻ യേശു വരുവാൻ കാലമായി.